പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ അത് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ കൊമ്പുകൾ വെട്ടി ഒതുക്കി നല്ലൊരു ഒരു പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ മുളച്ചു വരുന്ന കൊമ്പുകളൊക്കെ വെട്ടി ഒതുക്കണമെന്ന് പറയുന്ന പോലെ ഒരു ക്വാളിറ്റി ലൈഫ് എയിൽ കൂടി വേണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു വെട്ടിയൊരുക്കലിന് വിധേയനാകണം. അങ്ങനെ വിധേയനായാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റി സോബർ ലൈഫ് കിട്ടത്തുള്ളൂ. ആ ഒരു പാതയിലോട്ട് വരുമ്പോഴാണ് ഈ എളിമയുടെയൊക്കെ ഒരു അല്ലെങ്കിൽ വിനയം, ഹ്യൂമിലിറ്റി എന്നൊക്കെ ഉള്ള പദങ്ങളൊക്കെ കടന്നു വരുന്നത്. കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കണമെങ്കിൽ കുറേ പ്രയാസമുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിംഗ് റൂമുകളിൽ പറഞ്ഞു കേൾക്കുന്നതാണ്, ഞാൻ കുടി മാത്രമേ നിർത്തിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്, മദ്യപാനം മാത്രമേ നിർത്തിയിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിതം അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വേ ഓഫ് ലൈഫ് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ പടികൾ പ്രോഗ്രാം കുറേശ്ശെ ചെയ്യുകയും, ഇപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചന്ദ്രമോഹന് പറ്റും, ചന്ദ്രമോഹന് പറ്റുന്നില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റുന്ന പോലെ ബേസിലിന് ഷിബുവിനെ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് മനസ്സിലാക്കി അവനവൻ്റെ ശക്തിക്കൊത്തവണ്ണം ഈ പ്രോഗ്രാം പരിശീലിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം നമുക്ക് സന്തോഷത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും കൊണ്ടുപോകാൻ പറ്റും. എന്നോട് ഇന്ന് പറഞ്ഞിരിക്കുന്നത് സ്വന്തം അനുഭവത്തിലൂടെ ഇതിലെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്തു എന്നാണ്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുമ്പോൾ വളരെ അഹങ്കാരം പിടിച്ച, ധാർഷ്ട്യം പിടിച്ച ഒരു മനുഷ്യനായിരുന്നു. കാരണം എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. ചെറിയ പ്രായത്തിൽ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങി, ബിസിനസ്സിൽ വെച്ചടി കയറ്റം, ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ബേക്കറി നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറിച്ചു നട്ടു. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സമയത്ത് 30-40 ജോലിക്കാരൊക്കെ ഉള്ളൊരു ബ്രെഡ് യൂണിറ്റ്, തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്ത് 3 ബേക്കറി, തിരുവനന്തപുരംകാരെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം പഠിപ്പിച്ച ആളാണ് ഞാൻ. ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ബേക്കറിയൊക്കെ എൻ്റേതായിരുന്നു. അപ്പോൾ ആ ഒരു തലത്തിൽ ജീവിച്ച 10-45 അല്ലെങ്കിൽ 10-60 ജോലിക്കാരെയൊക്കെ മേച്ച് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ എളിമ, വിനയം എൻ്റെ നിഘണ്ടുവിൽ പോലും ഇല്ലായിരുന്നു. കൽപ്പിക്കലും ആജ്ഞാപിക്കലും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം തകർന്നവനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരേണ്ടി വന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എനിക്കിവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ ഞാൻ ഈ പടികൾ പരിശീലിക്കണം, പ്രോഗ്രാം പരിശീലിക്കണം. കാരണം ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് വീണ്ടും 2 പ്രാവശ്യം റിലാപ്സ് ആയ ആളാണ്. ഓരോ പ്രാവശ്യം റിലാപ്സ് ആകുമ്പോൾ എന്തുകൊണ്ട് ഞാൻ റിലാപ്സ് ആയി എന്ന് സ്വയം ചോദിക്കുകയും, അന്നെനിക്ക് ചോദിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന എൻ്റെ പഴമക്കാരോട് ചോദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ സന്തോഷത്തിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി, നീ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ടാണ് റിലാപ്സ് ആയിപ്പോയത്. ഞാനും അത് ഒന്ന് മനസ്സിലാക്കാനും ആ രീതിയിലൊന്ന് ചിന്തിക്കാനും ഒക്കെ ദൈവമായിട്ടൊരു മനസ്സുണ്ടാക്കി തന്നതല്ല, അത് എൻ്റെ കഴിവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അഹങ്കാരം പിടിച്ച മനുഷ്യനായിരുന്നു. മറ്റുള്ളവരെ കേൾക്കാനോ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാനോ എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും ഞാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മുമ്പേ നടന്ന ചിലരുടെ ജീവിത രീതി
അല്ലെങ്കിൽ അവർ കുടിക്കാതിരിക്കുന്നു, അവരെന്നെക്കാളും സന്തോഷത്തോടെ ജീവിക്കുന്നു, അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവരുടെ സംസാരത്തിൽ നിന്നും ഒക്കെ എനിക്കത് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ അവർ പറയുന്ന അനുസരിക്കുക അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. എന്തായാലും ഞാൻ ആ കഥ ചുരുക്കി പറയാം. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു കഴിഞ്ഞ് ഈ നേരത്തെ പറഞ്ഞ ബ്രെഡ് കമ്പനിയും 2 ബേക്കറിയും നഷ്ടപ്പെട്ട് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു ബേക്കറി മാത്രമുള്ള സമയത്താണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. കാരണം ഈ ഉയരങ്ങളിൽ നിന്ന് വീഴുമ്പം ആഘാതവും കൂടുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ വീഴ്ച ഒരുപാട് ഉയരത്തിൽ നിന്നായിരുന്നു, അതുപോലെ ആഘാതവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പത്തികമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. ബ്ലഡ് പലിശയ്ക്കൊക്കെ എടുത്ത് കടം കയറി നാശമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രെഡ് കമ്പനിയൊക്കെ വിറ്റ് കടം തീർത്ത് ആണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. എങ്കിലും പണ്ടത്തെ ഒരു പഴമൊഴി പോലെ ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടിയാലെന്ന് പറയുന്ന പോലെ ഞാൻ അഹങ്കാരത്തിൻ്റെ ആൾരൂപമായിരുന്നു. ഒരു തരത്തിലും വിട്ടുകൊടുക്കാനോ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കാനോ ഒന്നും ഞാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും ഒരു ദൈവാനുഗ്രഹം ഈ പടികളൊക്കെ ഒന്ന് പരിശീലിക്കാൻ ഒരു സ്പോൺസറെ കണ്ടെത്താനൊക്കെ സാധിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്പോൺസറോടൊത്ത് പുസ്തകത്തിലൂടെയും സാഹിത്യത്തിലൂടെയും മീറ്റിങ്ങിലൂടെയും ഒക്കെ ഉള്ളൊരു യാത്ര. ആ സമയത്ത് വലിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ജോലി, അതായത് എൻ്റെ ഒരു കടയുണ്ടായിരുന്നു, ആ കടയും കൂടെ നഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ടായി. അത് ആ കടയുടെ ബിൽഡിങ്ങിൻ്റെ ഓണറുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിലായിരുന്നു. ഞാൻ ഈ സുബോധത്തിലൊക്കെ വന്ന് നിന്ന് കണ്ടപ്പം ബിൽഡിങ്ങിൻ്റെ ഓണർ എന്നെ ചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ സഹായിച്ച ആളാണ് എൻ്റെ പാർട്ണർ. ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന് സുബോധത്തിലൊക്കെ നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഈ ബിസിനസ്, നമുക്ക് ഷെയർ പിരിയാം. ഏതായാലും ഇയാൾ ഇപ്പോൾ കുടിയൊക്കെ നിർത്തി സമാധാനത്തിൽ ജീവിക്കുകയല്ലേ, ഒരു സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്താമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയായിരുന്നു. കാരണം എൻ്റെ തൊഴിലതാണ്. രാവിലെ 9 മണിക്ക് കടയിൽ പോയാൽ രാത്രി 9 മണി വരെ കടയിലിരിക്കും. അന്ന് തിരുവനന്തപുരത്ത് 3 മീറ്റിങ്ങേ ഉള്ളൂ. ആ മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കും. അപ്പോൾ എൻ്റെ ടൈം പാസ് നിന്ന് പോകും, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകും. ഞാൻ എന്ത് ചെയ്യും എന്ന് പകച്ചു പോയൊരവസരം. ആ സമയത്താണ് എൻ്റെ സ്പോൺസർ എൻ്റെ രക്ഷയ്ക്കെത്തിയത്. ഞാൻ ഈ കാര്യമൊക്കെ എൻ്റെ സ്പോൺസറുടെ അടുത്ത് പറഞ്ഞു. അന്നേരം അങ്ങേര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ഒന്നുകൂടെ ആലോചിക്കുക, നീ വീട്ടിൽ പോയി നിൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ആലോചിക്കുക. എൻ്റെ കുട്ടികളൊക്കെ അന്നേരത്തിന് മുതിർന്നിരുന്നു, 21 വയസ്സൊക്കെ എൻ്റെ മോനായിരുന്നു. വീട്ടിലൊന്നും അവിടെ ആലോചിക്കുക. എന്നാൽ അദ്ദേഹം എൻ്റെ വഴിയും പറഞ്ഞു, ഈ തർക്കത്തിനും കോടതിക്കും ഒരു വഴക്കിനും ഒക്കെ പോയാൽ ചിലപ്പോൾ ഈ കടയിൽ നിന്ന് നിനക്കിപ്പോൾ ഇറങ്ങേണ്ടി വരികയില്ല, നിനക്ക് അവിടെ തർക്കിച്ചുകൊണ്ട് നിൽക്കാം. അതല്ല, നീ തർക്കമൊന്നുമില്ലാതെ ഇത് വിട്ടുകൊടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് കുടിക്കാതിരിക്കാം. നീ പോലീസ് സ്റ്റേഷനും വഴക്കും കേസും കോടതിയായി പോയി കഴിഞ്ഞാൽ നീ കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഈ പിന്നീട് ഒന്നുകൂടെ കുടിക്കുന്നൊരു ചിന്ത അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ. അത്രമേൽ ഞാൻ താഴോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്പോൺസർ പറഞ്ഞ അക്ഷരം പ്രതി അനുസരിച്ചു. ഞാൻ ആ കട എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ പറഞ്ഞ അല്ലെങ്കിൽ ആ പാർട്ണർ പറഞ്ഞ പൈസ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തു. പക്ഷെ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആ കട വിട്ടുകൊടുത്തു. അത് ഞങ്ങളുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് കട പുള്ളിക്കും പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ്, ബേക്കറി യൂണിറ്റ് എനിക്കുമായിരുന്നു. അപ്പോൾ അത് പുള്ളിയുടെ സഹോദരിയുടെ സ്ഥലത്തായിരുന്നു ഇട്ടിരുന്നത്. ഞാൻ അവിടുന്ന് പൊളിച്ചു കൊണ്ടുവന്ന് എൻ്റെ വീടിനോട് ചേർന്ന് ആ ബോർമ സെറ്റ് ചെയ്തു. എന്നിട്ട് അങ്ങേർക്ക് തന്നെ ആ കടയ്ക്ക് തന്നെ സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് എൻ്റെ ബിസിനസ്സിൻ്റെ തുടക്കം. അവസാനത്തെ
പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. കാരണം ഞാൻ ആ കടയ്ക്ക് മാത്രം സാധനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഞങ്ങൾ ഷെയർ പിരിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ആദ്യം അയാൾക്ക് മാത്രം സാധനം കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ സിറ്റിയിലോട്ട് ഇറങ്ങി വേറെ ഒരു കടയും കൂടെ ഇതുപോലെ സാധനം കൊടുക്കാൻ പറ്റുമെന്ന് വേറെ ഒരു കടയ്ക്കൂടെ കൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചു. അങ്ങനെ ഒരു കട, 2 കട, അങ്ങനെ 8-10 കടയ്ക്ക് സാധനം കൊടുക്കുന്ന ഒരു ബിസിനസ്സായിട്ട് അത് വളർത്തിയെടുക്കാൻ പറ്റും. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ബോർമ അത് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് വലിയ തിരക്കേടില്ലാത്തൊരു ബിസിനസ്സാക്കി വളർത്തിയെടുക്കാൻ പറ്റും. ഇവിടെ ഇതും വിനയമായിട്ട് എന്താ ബന്ധമെന്ന് പലപ്പോഴും തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു. എനിക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മീറ്റിങ്ങിന് പോകാൻ പറ്റി. മറ്റേ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ കടയിൽ തളച്ചിരുന്നു ഞാൻ എല്ലാ ദിവസവും. എനിക്ക് കുറെ കൂടെ സമയം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടി. കുറച്ചുകൂടെ സജീവമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ നീങ്ങാൻ പറ്റി. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സ്പോൺസറോടൊത്ത് ഞാൻ ഈ ബിസിനസ് കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങേര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ ആജ്ഞാപിച്ചല്ലേ ഇതുവരെ ശീലമുള്ളൂ. ഞാൻ അന്നൊക്കെ ഈ ജോലിക്കാർക്ക് പിറ്റേ ദിവസം എന്തൊക്കെ സാധനം ഉണ്ടാക്കി തരണം എന്നുള്ള തുണ്ടെഴുതി കൊടുക്കുന്ന ഒരു പരിപാടി മാത്രമായിരുന്നു ഞാനൊന്നും ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. എനിക്കൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അയാൾ സാധനമൊക്കെ കൊണ്ട് കൊടുക്കുന്നു റൂട്ടിൽ. എൻ്റെ സ്പോൺസർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുറച്ചുകൂടെ ഒന്ന് ചെറുതാകാൻ നോക്ക്, നീ അവരുടെ കൂടെ ജോലി ചെയ്യാൻ ശ്രമിക്കാൻ പറഞ്ഞു. നിനക്ക് പണി അറിയാവുന്ന ആളാണല്ലോ, നീ അവരുടെ കൂടെ ഒന്ന് ജോലി ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. പ്രിയമുള്ളവരെ, ഞാനും എൻ്റെ ജോലിക്കാരുടെ കൂടെ ഒന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. കുറേശ്ശെ ആദ്യമൊക്കെ വലിയ മടുപ്പായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനൊരു മുതലാളി കളിച്ച് നടന്നിരുന്ന ഞാൻ അവരുടെ കൂടെ ജോലിക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. തുണ്ട് എഴുതി കൊടുക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ആദ്യമൊക്കെ ഒന്ന് അറച്ചെങ്കിലും അവരുടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ കൊണ്ടുവരും. ഞാൻ ആദ്യം ഒക്കെ പാർഷ്യലായിട്ട് ജോലിക്ക് നിന്നു. അത് കഴിഞ്ഞ് ഞാൻ 4:30 അവർ എണീക്കുമ്പം തന്നെ ആ സമയത്ത് തന്നെ അവരുടെ കൂടെ ജോലിക്ക് കയറാൻ തുടങ്ങി. 2-3 മാസം ഞാൻ ജോലിക്ക് കയറുന്നത് കണ്ടപ്പോൾ എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഞങ്ങൾ 2 പേരും ബോർമയിലോട്ട് പണിക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെറുതാകാനും ചുരുങ്ങാനും അവരുടെ കൂടെ ജോലിക്കാരായിട്ട് അംഗീകരിക്കാനും അവരുടെ കൂടെ നമുക്കറിയാവുന്ന പണി നമ്മളോട് കൂടി ചെയ്യുകയോ ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ബിസിനസ്സിന് അത് ഒരുപാട് ക്വാളിറ്റി കൊണ്ടുവന്നു. എൻ്റെ ബിസിനസ് കുറച്ചുകൂടെ വളർന്നു. ബിസിനസ് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തു. ഞാൻ പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഉയർന്ന, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ്സിനേക്കാളും നല്ലൊരു ബിസിനസ്സായിട്ട് ഈ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെയൊക്കെ സംഭവിച്ചത്, ഞാൻ എളിമ പ്രസംഗിച്ചുകൊണ്ട് നടക്കാതെ എളിമ ജീവിതത്തിലോട്ട് പകർത്താൻ ശ്രമിച്ചു. ഞാനൊന്ന് ചുരുങ്ങാൻ, ഞാൻ മുതലാളി എന്നുള്ള പട്ടമൊക്കെ അഴിച്ചു വെച്ചിട്ട് ജോലിക്കാരുടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സാമ്പത്തിക തിരിമറി ഉണ്ടായപ്പോൾ എൻ്റെ ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ തന്നെ ആ സാധനങ്ങൾ കടകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. ഞാൻ തന്നെ നേരിട്ട് കടകളിൽ പോയി അതിൻ്റെ മുതലാളിമാരുമായിട്ട് രാവിലെയും വൈകിട്ടും സംസാരിക്കുന്ന ഒരു രീതി വന്നു. രാവിലെ കൊണ്ട് സാധനം കൊടുത്തിട്ട് പോലും വൈകിട്ട് പോയി കളക്ഷൻ എടുക്കണം. അപ്പൊ അവരും ഒക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ഓക്കെ സോറി, ഞാൻ നീണ്ടുപോയി. ഓക്കെ, അത് ഈ എളിമ ജീവിതത്തിൽ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഞാനൊന്ന് താഴോട്ട് ഇറങ്ങി വരാൻ, ആ വലിയ മുതലാളി സ്ഥാനത്തുനിന്ന് താഴോട്ട് തൊഴിലാളിയായിട്ട് ഇറങ്ങി വരാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുണ്ടായി. ഞാനും അഹങ്കാരത്തിൻ്റെ കൊമ്പുകളൊക്കെ മുറിച്ചു കളഞ്ഞു. 7-ാം പടി പ്രാർത്ഥനയിൽ പറയുന്ന പോലെ എളിമയുടെ നീർച്ചാലാവട്ടെ എന്ന് പറയാൻ പറ്റിയില്ലേലും എളിമ എന്താണെന്നും വിനയം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഈ പ്രോഗ്രാമിൽ വന്നതുകൊണ്ടാണ്. ഈ പ്രോഗ്രാമിനോടും എന്നെ അത് പരിശീലിപ്പിക്കാൻ ശ്രമിച്ച സ്പോൺസറോടും ഇന്നും എന്നെ മുന്നോട്ട് നടത്തുന്ന എൻ്റെ ഈ പ്രസ്ഥാനത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സുബോധത്തിൻ്റെ നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, Brahman Jeta. Thank you so much.
ഇടയ്ക്ക് കയറിയതിൻ്റെ അകത്ത് ക്ഷമ ചോദിക്കുന്നത്. കാരണം ഇന്ന് അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ശരത്ത് കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്യേണ്ടി വന്നത്. സോറി ഫോർ ദാറ്റ്. ശരത്തിന് എളിയ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും ഷെയർ ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ട് ചേട്ടാ? കേൾക്കാം. സുഹൃത്തുക്കളെ, ഞാൻ അമിത മധ്യാസക്തൻ. ദൈവത്തിന്റെ കൃപയാലും കൂട്ടായ്മയുടെ കരുത്താലും ഇനി ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ശരത്ത്. ഹായ് ശരത്. ചേട്ടാ നമസ്കാരം. ഞാൻ ഈ കൂട്ടായ്മയുടെ കൈ പിടിച്ചിട്ട്, അത് കൂട്ടായ്മ എൻ്റെ കൈയാണ് പിടിച്ച് എന്നെയാണ് അവിടുന്ന് എത്തിച്ചിട്ട് 57ാമത്തെ ദിവസമാണ് ഞാനന്ന് മദ്യപിക്കാത്ത. 57ാമത്തെ ദിവസം. ഈ 57ാമത്തെ ദിവസത്തിൽ തന്നെ എനിക്ക് ഒരു ഷെയർ ചെയ്യാനുള്ള ഒരു ചാൻസ് എന്നും ചെയ്യാറുണ്ട്. വളരെ കുറച്ച് നേരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് നേരം അധികം ഷെയർ ചെയ്യാൻ തന്നത് ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കമ്മിയെല്ലാം ഉണ്ട്. ഞാൻ ഷിബൂട്ടിനോട് 4 പ്രാവശ്യം ചോദിച്ചു, എന്താ ഷിബൂട്ട് ഞാൻ പറയാം, അപ്പം ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഒരു പാനിക് ആവുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് എന്നിലുണ്ട്, എല്ലാവരിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞ ചന്ദ്രമോഹൻ ചേട്ടൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പകുതി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ആദിയിലായിരുന്നു. ഞാൻ എന്ത് പറയും, അയ്യോ തെറ്റിപ്പോവും. ചിലപ്പോൾ ഞാൻ പ്രീബെയിൽ എടുത്താണത്. എൻ്റെ സീക്വൻസിൽ പറയുന്നതിൽ ചില വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അവതാളം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സാദരം. ഞാൻ പറഞ്ഞത്, ഞാൻ മദ്യപാനം തുടങ്ങിയത് 2007 സമയങ്ങളിലാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജനനം ബാല്യം ചെറുതായിട്ടൊരു 2 വേർഡ് പറയാം. ഞാൻ ജനിച്ചത് ഒരു സാധാരണ ഫാമിലിയിലെ സാധാരണ ഒരു ഓർത്തഡോക്സ് മലയാളി കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ, സാധാരണ പണിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ അവിടെ ഞാൻ കണ്ടത്, അല്ലെങ്കിൽ ഞാൻ ജനിച്ചത് എൻ്റെ ഒരു കുടുംബത്തിലെ ആണുങ്ങൾ എന്ന് പറയുന്നത്, അതായത് മദ്യപാന സദസ്സുകളിൽ ഒരുപാട് സദസ്സുകളിൽ ഞാൻ വളരെ അഭിമാനപൂർവ്വം പറഞ്ഞൊരു സംഭവമാണ്. പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം അംഗം വെട്ടുന്നവരായിരുന്നു പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ ജനിച്ച ആണുങ്ങളെല്ലാം ഭയങ്കര കുടിയന്മാരാണ്, ഭയങ്കര ആണുങ്ങളായ കുടിക്കുന്നുള്ളൊരു പോളിസി വെച്ച് പുലർത്തുന്ന രീതിയിലുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ജീവിച്ചത് അല്ലെങ്കിൽ വളർന്നത്. എൻ്റെ അച്ഛൻ കുടിയനായിരുന്നു, മുത്തച്ഛനും കുടിയനായിരുന്നു. മുത്തച്ഛനുള്ളതെല്ലാം നശിപ്പിച്ച് അച്ഛന് പഠിക്കേണ്ട ജീവിത സാഹചര്യങ്ങളും മുട്ടി. അച്ഛൻ പിന്നെ സ്വയം അധ്വാനിച്ച് വലുതായി, ഞങ്ങളെ വലുതാക്കി. അച്ഛനുണ്ടാക്കിയത് മുഴുവൻ അച്ഛൻ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അത് എൻ്റെ തലയിലേക്ക് വന്നു. അച്ഛന് വയ്യാണ്ടായി, കുടിയും സംഭവങ്ങളും എല്ലാം കൊണ്ട്. ഇപ്പോൾ താഴെയുള്ള 2 പെങ്ങന്മാരെ അമ്മനെയും നോക്കേണ്ട കടമ എൻ്റെ കയ്യിൽ വന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇപ്പം ചെയ്യുന്ന ജോലി ഇതൊരു സർവീസ് ആണെന്ന് അറിയാണ്ട് ഒരു ജോലി മാത്രമായിട്ട് ഞാൻ കടന്നു കയറിയത് പട്ടാളത്തിലേക്ക് വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ ഒരു കുടിയൻ്റെ മകൻ, ഞാനൊക്കെ കുടിയനായ ആൾക്കാർ പറയുന്നത് ചിരിക്കും, നീ എല്ലാം അനുഭവിച്ചതല്ലേ, നീ വീണ്ടും എന്തുകൊണ്ട് കുടി തുടങ്ങി? അതിൻ്റെ ഉത്തരം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഇതൊരു രോഗം തന്നെയാണ് എന്നത്. ഞാൻ കണ്ട എൻ്റെ ഒരു കുടിയൻ്റെ ലക്ഷണങ്ങളൊക്കെ വെച്ചാണ് ഞാൻ എൻ്റെ അച്ഛനിൽ കണ്ട ലക്ഷണങ്ങൾ വെച്ചാണ് ഞാൻ കുടിയന്മാരെ വിലയിരുത്തിയിരുന്നത്. അങ്ങനെ അതിൽ കുടുംബത്തിൽ പച്ച കഞ്ഞി കുടിക്കാൻ തൊയ്രം കൊടുക്കാതിരിക്കുക, എടുത്ത് വലിച്ചെറിയ, ഭാരണത്തില്ല, മക്കളത്തില്ല, കുടുംബത്തിൽ വലിച്ചെറിയ, നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിക്കുക, ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക, റോട്ടിൽ കിടക്കുക, അല്ലെങ്കിൽ കുടിച്ച് വരിക, വണ്ടിയിൽ വരിക, ഉണ്ടാക്കുക. ഇങ്ങനെ വളരെ ഞാൻ കള്ള് ഷാപ്പിൽ പോയിട്ട് വരിക, അല്ലെങ്കിൽ വാട്ടവർ എവിടെ കിട്ടുന്നു അവിടെ കഴിച്ചിട്ട് വരിക, ആടി നടക്കുക. ഇതൊക്കെയായിരുന്നു ഞാനൊരു കുടിയന് കൊടുത്ത നിർവചനങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ. ലക്ഷണങ്ങളെല്ലാം ഞാൻ അച്ഛനിൽ നിന്ന് ഓരോന്നായിട്ട് ലക്ഷണങ്ങളായിരുന്നു. ഈ ചെറുപ്പകാലങ്ങളിലുള്ള സംഭവങ്ങൾ ഒരുപാട്. എൻ്റെ അമ്മയെല്ലാം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട്. ഞാനന്ന് 3ാം ക്ലാസ്സുകാരൻ്റെ മുമ്പെന്നാണ് ശ്രമിച്ചത്, ഞാനന്ന് 3ലാണ്. ഇതെല്ലാം എൻ്റെ ക്യാരക്ടർ മോൾഡിങ്ങിൽ അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഇന്ന് എനിക്കറിയുന്നു. ഇന്നല്ല, ഈ കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് എനിക്കറിയാം. പക്ഷെ പിന്നെ ഞാൻ അത് പറയാം, എൻ്റെ ഇടയിൽ കയറി വന്നാണ് ചെലുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ആർമിയിൽ വന്നതിന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആർമിയിൽ വന്നു, ഇഷ്ടപ്പെട്ട് വന്നല്ല, കഷ്ടപ്പെട്ട് വന്നാണ്. ജീവിക്കാൻ വേറെ വഴിയില്ലാതായി, എല്ലാം നശിച്ചു, എല്ലാം കിരീടവും ചെങ്കോലും പോയി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന് ഒരു ന്യായം ഉണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടു, നീ ആരുടെ ചോദിക്കുക, അല്ലെങ്കിൽ നീ ആരടി ചോദിക്കാൻ എന്ന് എൻ്റെ അമ്മയോട് ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം നശിപ്പിച്ചു. ജീവിക്കാൻ നിവൃത്തിയില്ല. ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് +10 കഴിഞ്ഞ് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ആ കാലത്ത്. എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് മാർക്ക് ഉണ്ടെന്ന് ഞാൻ പറയാം. നല്ല മാർക്ക് ഡിസ്റ്റിങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ +2 കഴിഞ്ഞു, അവിടെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു.
ഞാൻ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ടായി. അങ്ങനെ ഞാൻ കഷ്ടപ്പാട് കൊണ്ട് വന്നതാണ്. അതൊരു പാട്രിയോട്ടിസം തലയ്ക്ക് പിടിച്ചൊന്നുമല്ല അന്ന് വന്നത്. ജീവിക്കാൻ അരി വാങ്ങണം, എൻ്റെ പെങ്ങന്മാർ വളർന്ന് വലുതാവണം, വലിയ കുട്ടികളാവാണ്, നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ കുടുംബസ്നേഹം എല്ലാം കൂടി വന്നപ്പോൾ പാട്രിയോട്ടിസം ഓട്ടോമാറ്റിക് ഇൻജക്ട് ആയതാണ്. അങ്ങനെ വന്നു. പിന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ചെയ്യുന്നത് ഒരു ജോബ് അല്ല, ഇറ്റ്സ് എ സർവീസ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിന്റെ ഒരു വില എന്താണ്, അതെന്താണ്, വാട്ട്സ് മൈ പൊസിഷൻ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. എനിവേ അങ്ങനെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഈ കുടിയന്മാരോടുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. വളരെ അവജ്ഞ, പുച്ഛം തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ഞാൻ കണ്ടിരിക്കുന്ന കുടിയന്മാർ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലായാലും ശരി, അമ്മയുടെ കുടുംബത്തിലായാലും ശരി, താടി വെച്ച് എല്ലാവരും കുടിക്കും, എല്ലാവരും താടിക്കാരുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് എനിക്ക് കുടിയിനോടുള്ള അവജ്ഞ ഇത്. പക്ഷെ എന്നോ ഒരിക്കൽ ഞാൻ വർക്ക് ചെയ്യുന്ന പട്ടാളത്തിൽ ഫസ്റ്റൊക്കെ ഞാൻ പാർട്ടികളിലൊക്കെ പോകുമ്പോൾ അവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ അയാളെ, ആന്ധ്രാപ്രദേശുകാരനാണ്, ഞാൻ മിനിഞ്ഞാന്ന് പോലും കണ്ടിരുന്നു, വിളിച്ചിരുന്നു, കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു, ഇവിടെ വന്നിരുന്നു കണ്ടിരുന്നു. അവൻ എനിക്ക് JNKയിൽ ഇരിക്കുന്ന സമയത്ത്, JNKയിൽ സാമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കുന്ന സമയത്ത് അവൻ എനിക്കൊരു ബിയർ ഓഫർ ചെയ്തു. ഞാൻ എപ്പോഴും മറക്കില്ല. ബിയർ കിങ് ഫിഷർ ആണ്, പ്രീമിയം ബിയർ ആണ്, നല്ല ചൂടാണ്, തണുത്തൊരു ബിയർ കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിച്ചു. ആദ്യമായിട്ടൊരു ബിയർ കഴിച്ചാണ്. കഴിച്ചപ്പോൾ നല്ലൊരു രസം. തലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ലൈറ്റ് ആയിട്ടൊന്ന് കറങ്ങുന്നു, എല്ലാവരും ഒരു ചിരിയൊക്കെ വരുന്നു, പുഞ്ചിരി, എല്ലാവരുടെ ഒരു പുഞ്ചിരി. പണ്ട് ഞാൻ ഭയങ്കര അന്തർമുഖനായിരുന്നു, ആരുടെ അധികം വർത്താനൊന്നും പറയില്ല. ഞാൻ പട്ടാളത്തിൽ വരുന്ന സമയത്ത് ഞാൻ എന്നും പ്രാഗുമായിരുന്നു കറക്റ്റായിട്ട്. വേറെ ആരെയല്ല, ഒന്നാമത് ജോലിനെ പ്രാഗും, പിന്നെ ഏറ്റവും കൂടുതൽ പ്രാഗിരുന്ന എൻ്റെ അച്ഛനെയാണ്. ഇയാൾ കാരണമാണ് ഞാൻ ഇവിടെ വന്ന് ഇയാളുടെ ഒടുക്കത്തെ കുടി ഇയാൾ കുടുംബം നശിപ്പിച്ച്. ഈ പ്രാക്ക് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചുപോയത് കുറച്ചൊക്കെ എൻ്റെ പ്രാക്ക് ഇട്ടിട്ടാണെന്ന്. അങ്ങനെ പ്രാക്കിൽ നിന്ന് ഞാൻ പിന്നെ ഈ മദ്യം രുചിച്ച്, ഒരിക്കലും കുടിക്കാൻ ഉദ്ദേശിച്ചല്ല, മീൻസ് എന്നും കുടിക്കണം എന്നല്ല, ഇന്ന് തന്നു കുടിക്കാന്ന് ഉദ്ദേശിച്ചു. പിന്നെ ഇത് ക്രമേണ പട്ടാളത്തിൽ എപ്പോഴും പാർട്ടികൾ, സംഭവങ്ങൾ, അറിഞ്ഞു കുടിക്കുക, അറിയാണ്ട് കുടിക്കുക, ആരുടെ അടുത്ത് ചോദിച്ചാലും എടാ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ